നമസ്കാരം. ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലം. അതിൽ മകീരം നക്ഷത്രത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. മകീരം നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മകീരം പകുതി ഭാഗം ഇടവക്കൂറിൽ വരുന്നതാണ്. മറ്റേ പകുതി മിഥുനക്കൂറിലാണ് വരുന്നത്. അപ്പോൾ 2 കൂറിലായിട്ടാണ് ഈ മകീരം നക്ഷത്രം നിൽക്കുന്നത്. അപ്പോൾ 2 പേർക്കും 2 ഫലാനുഭവങ്ങളാണ് ഉണ്ടാകാറ് പതിവ്. ഉണ്ടാകേണ്ട സാഹചര്യം അതാണ്. അപ്പോൾ മകീരം ഇടവക്കൂറുകാർക്ക് വേഴം 2-ലാണ് നിൽക്കുന്നത്. മകീരം ഇടവക്കൂറുകാർക്ക് വേഴം 2-ൽ. ആ 2-ൽ നിൽക്കുന്ന വേഴം മകീരം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ധനസ്ഥാനമാണ്. 2 ധനസ്ഥാനമാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്ക്, മകീര നക്ഷത്രക്കാരായ ഇടവക്കൂറുകാർക്ക് വേഴം 2-ൽ ധനസ്ഥാനം നിൽക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകാം. അത് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകാം. പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ധനനേട്ടങ്ങളുണ്ടാകാം. ഇതെല്ലാം വേഴം 2-ൽ, ധനകാരകനായ വേഴം 2 ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ മകീര നക്ഷത്രക്കാർക്ക്, ഇടവക്കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ മിഥുനക്കൂറുകാർക്ക് വേഴം ജന്മത്തിലാണ് വരുന്നത്. ജന്മം എന്ന് പറഞ്ഞാൽ ജന്മരാശിയിലാണ് നിൽക്കുന്നത്. മിഥുനക്കൂറുകാരായ മകീര നക്ഷത്രക്കാർക്ക് വേഴം ജന്മത്തിൽ നിൽക്കുന്നു. ജന്മത്തിലെ വേഴം അത്ര നല്ലതല്ല. അപ്പോൾ അത് ഗുണകരമല്ല, ജന്മത്തിൽ വേഴം നിൽക്കുന്നത്. അതുകൂടാതെ ശനി ഇടവക്കൂറുകാർക്ക് 11-ലാണ് നിൽക്കുന്നത്. ശനി ഇടവക്കൂറുകാർക്ക് 11-ലാണ് നിൽക്കുന്നത്. 11 നല്ല സ്ഥാനമാണ്. പാപഗ്രഹങ്ങളെ സംബന്ധിച്ച് 3, 6, 11 ഗുണകരമാണ്. അപ്പോൾ ഇടവക്കൂറുകാരുടെ ശനി 11-ൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. വരവിൻ്റെ സ്ഥാനമാണ് 11. വരവ് സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാവും. അവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് നേടാനും സാധിക്കാവുന്ന ഒരവസ്ഥയാണ് ഈ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ മിഥുനക്കൂറുകാർക്ക് ശനി 10-ൽ കർമ്മസ്ഥാനത്താണ് വരുന്നത്. അത് ദോഷമാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ജോലി, ഇതെല്ലാം 10-ലാണ് വരുന്നത്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ ആ കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ ആ നക്ഷത്രക്കാർക്ക്, മിഥുനക്കൂറുകാരായ മകീര നക്ഷത്രക്കാർക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ 10 എന്ന് പറഞ്ഞാൽ കണ്ടകസ്ഥാനമാണ്. അപ്പം കണ്ടകസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. മിഥുനക്കൂറുകാർക്ക് 10-ലാണ് ശനി, കണ്ടകസ്ഥാനത്താണ്. അപ്പം കണ്ടകശനിയുടെ തുടക്കമാണ്. കണ്ടകശനിയുടെ തുടക്കം കൂടിയാണ്. കണ്ടകശനി 2.5 കൊല്ലമാണ്. അപ്പോൾ കണ്ടകശനി അത്ര ഗുണം തന്നൊന്നും വരില്ല. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം. കണ്ടകശനി കൊണ്ടേ പോകുമെന്നും പറഞ്ഞ് ചൊല്ലുണ്ട്. എന്നിരുന്നാലും നമ്മളെ കൊണ്ടുപോകുമെന്നല്ല, നമ്മളിൽ നിന്ന് പലതും കൊണ്ടുപോകും കണ്ടകശനി. അപ്പോൾ അതുകൊണ്ട് കർമ്മരംഗത്ത് 10-ൽ നിൽക്കുന്ന, കണ്ടകസ്ഥാനത്ത് നിൽക്കുന്ന ശനി ദോഷാനുഭവങ്ങളാണ് ഈ മകീര നക്ഷത്രക്കാർക്ക് കിട്ടാവുന്നത്. അതുകൂടാതെ രാഹു ഇടവക്കൂറിൽ 10-ലാണ് വരുന്നത്. രാഹു ഇടവക്കൂറുകാർക്ക് 10-ലും മിഥുനക്കൂറുകാർക്ക് 9-ലുമാണ് വരുന്നത്. ഇത് 2ഉം ഗുണകരമല്ല. രാഹുവിനെ സംബന്ധിച്ച് 9ഉം 10ഉം മനക്ലേശമുണ്ടാവും. പുരാതനമായ കാര്യങ്ങളിൽ നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങൾ, പുരാതനമായി നമുക്ക് പലതും കിട്ടാനുണ്ടെങ്കിൽ അതിലെല്ലാം നഷ്ടം വരാനായിട്ടൊരു സാധ്യതയുണ്ട്.
പുരാതനമായി കിട്ടേണ്ട ഓഹരികൾ പലതും ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടാൻ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിതാവിന് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിതാവിന് ആരോഗ്യകരമായിട്ടുള്ള പലവിധ ദോഷങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഈ രാഹു 10-ലും ഇടവക്കൂറുകാർക്ക് രാഹു 10-ലും മിഥുനക്കൂറുകാർക്ക് 9-ലും വരുന്നത് അത്ര ഗുണകരമല്ല. അതേപോലെ തന്നെ കേതു ഇടവക്കൂറുകാർക്ക് 4-ലും മിഥുനക്കൂറുകാർക്ക് 3-ലും വരുന്നുണ്ട്. 3-ൽ നിൽക്കുന്ന പാപൻ ഗുണം ചെയ്യും. അപ്പോൾ കേതു 3 മിഥുനക്കൂറിൽ നിൽക്കുന്ന മകീര നക്ഷത്രക്കാർക്ക് മിഥുനക്കൂറുകാരായ മകീര നക്ഷത്രക്കാർക്ക് കേതു 3-ൽ നിൽക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇടവക്കൂറുകാർക്ക് 4-ൽ നിൽക്കുന്നത് ദോഷാനുഭവങ്ങളുണ്ടാകും. മാതൃഗുണം കുറയും. മാതൃപരമായിട്ടുള്ള ഒരു മാതാവിനോടുള്ള ഒരു അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതൃവിഷയങ്ങളിൽ മാതൃജനങ്ങളായിട്ട് പല വിധത്തിലുള്ള തടസ്സങ്ങളും വാക്ക് തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായി വന്ന് സംഭവിക്കാവുന്നതാണ്. ഇങ്ങനെ ഈ മകര നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഗുണമുണ്ടാവും, ദോഷമുണ്ടാവും. ഇങ്ങനെ മൊത്തത്തിൽ വരുന്ന ഇവർക്ക് ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി കിട്ടാനായിട്ട് ഇവർ ചെയ്യേണ്ടത് എന്താണ്? നാഗപ്രീതി നടത്തുന്നത് നല്ലതാണ്. നാഗങ്ങളെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക, വിഷ്ണുവിനെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. പിന്നെ ശാസ്താവിനെയും ശാസ്താവിനെ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയോ നീരാഞ്ജനം കത്തിക്കുകയോ അതുകൂടാതെ ശനീശ്വര പൂജയോ ചെയ്യുന്നത് നല്ലതാണ്. ഇതും കൂടാതെ ഇവർ നവഗ്രഹ ദോഷശാന്തി പൂജ ചെയ്യുന്നതും ഏറ്റവും നല്ല കാര്യമാണ്. ഇവരെ ദോഷാനുഭവത്തിൽ നിന്ന് അവർക്ക് മുക്തി കിട്ടാനായിട്ട്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.